ആ 20% ഇവിടുത്തെ സിവിൽ സപ്ലൈസിന്റെ ഉദ്യോഗസ്ഥർ അങ്ങ് വെട്ടിച്ചുരുക്കി. ഇലക്ഷന് പൂരം കലക്കിയതുപോലെ ഗ്യാസും കലക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഇന്നലെ ഞാൻ അറത്ത് മുറിച്ച് സ്റ്റിച്ച് ഇടാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് 20% ഹോട്ടലുകാർക്ക് കൊടുത്തോണമെന്നുള്ള ഓർഡർ ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടലുള്ള കളക്ടർമാരുണ്ടായാൽ മതി. ഇനി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മൊഴിയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമോ? അന്ന് ഞാൻ ചോദിക്കും. 2025 ആദ്യത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ വരികൾ ഇതാണ്. കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട് അലങ്കോലപ്പെട്ട പൂരം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനപ്പുറം കേരളത്തിന് ഒരു രാഷ്ട്രീയ മുതലാളിയുടെയും അഫിഡവിറ്റ് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട്, അവരുടെ പരിചയക്കുറവ് കൊണ്ട്, കൃത്യമായി നമുക്ക് പേരുകൾ അതിൽ നിന്ന് കുറിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ഇലക്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പരിപാവനമായ ഒരു മണ്ണിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയാണ് അർപ്പിച്ചത്. വെസ്റ്റ് ഏഷ്യയിൽ അസമാധാനമുണ്ടെങ്കിൽ അത് ഒടുങ്ങണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്രേ വേണ്ടു. സാമ്രാജ്യത്വവും ഒന്നുമില്ല. താങ്ക് യു. ഡീസൽ വാങ്ങി സ്റ്റോക്ക് ചെയ്തില്ലേ? എന്നിട്ട് തിരിഞ്ഞു നിന്ന് പ്രധാനമന്ത്രിമാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഭരണത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നമ്മളല്ല വെസ്റ്റ് ഏഷ്യയിൽ ബോംബ് കൊണ്ടിന്ന് ഇട്ടിരിക്കുന്നത് എന്ന് ആദ്യമായി ഈ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാക്കുകൾ വെച്ച് ജനങ്ങളെ എന്നും കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ നശിപ്പിക്കാൻ അവരുടെ മനോനില കെടുത്താമെന്നും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഇനി വിചാരിക്കണ്ട. നിങ്ങൾ അങ്ങനെ പറയുന്നിടത്ത് തന്നെ നിങ്ങളുടെ നാശം വീണ്ടും ചിതയൊരുങ്ങുകയാണ്. നിങ്ങൾക്ക് സങ്കടം കൊണ്ടാണ് ഇത്രയും പറയുന്നത്. ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കുന്ന ആളല്ല. എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വീഴ്ചകൾ എന്നിട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ 14 കളക്ടർമാരുടെയും വീഴ്ചയാണെന്ന് മാത്രം ഞാൻ അവിടെ അസന്നിഗ്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. 14 കളക്ടർമാര് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ തേവർക്ക് അവിടെ ഗ്യാസ് അന്നദാനം കൊടുക്കാനില്ലെങ്കിൽ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ കളക്ടറെ അറിയിക്കണം. ഇവിടെ അറിയിച്ചപ്പോഴൊക്കെ ഈ ദേവസ്വങ്ങളെല്ലാം ചേർത്ത് പിടിച്ചില്ലേ? മാത്രമോ ഹൈബീഡന്റെ മണ്ഡലത്തിലുള്ള പള്ളിയിൽ അന്നദാനം മുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ഗ്യാസ് എത്തി. ഇവിടെ പാലയൂർ പള്ളിയിൽ അന്നദാനമുണ്ട്. പാവറട്ടി പള്ളിയിൽ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കൂ. രവീന്ദ്രൻ സാറിന് തന്നെ വിളിച്ചു ചോദിക്കാം. ഇന്ന് ഞാൻ പാലയൂർ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു അവരെ, നിങ്ങൾ മാത്രം ഗ്യാസ് ആവശ്യപ്പെട്ടില്ല എന്ന്. അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമില്ല സർ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഗ്യാസ് ഉണ്ട്. ഞങ്ങൾ രാജ്യത്തിനല്ല ലോകത്തിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചില പിടുത്തങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ കൂടുതൽ വിറക് കരുതിയിട്ടുണ്ടായിരുന്നു. ചോറ് പോലെയുള്ള വലിയ കൂടുതൽ നേരം പാകം ചെയ്യേണ്ടതിന്, തീയൊരുക്കുന്നതിന് ഞങ്ങൾ വിറക് ഉപയോഗിച്ചു. അതുകൊണ്ട് ഗ്യാസിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയാൻ വരില്ല എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഒരു പങ്കുചേരലുണ്ട്. വിഷമഘട്ടങ്ങളിൽ നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടി സമൂഹത്തിനൊരു ചുമതലയുണ്ട്. അത് ആ ബിഷപ്പ് ഇന്ന് കാലത്ത് എന്നോട് പറഞ്ഞു. ആരാധനയോടെയാണ് ഞാൻ അദ്ദേഹത്തെ കേട്ടിരുന്നത്. പാവറട്ടി പള്ളിയിൽ കുറവുണ്ടായിരുന്നു, അതും തീർത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആർക്കൊക്കെ തീർത്തു കൊടുക്കണമോ എന്നെ അറിയിച്ചാൽ, എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർ റൂം അവിടെയുണ്ട് സെക്രട്ടേറിയറ്റിൽ. അവിടെ എന്റെ പെട്രോളിയം കമ്പനികളുടെ സ്റ്റേറ്റ് ഹെഡുകളെല്ലാം 4 കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡ്സ് അവിടെ ഇരിക്കുകയാണ്. അവരുടെ ജോലിയെല്ലാം വിട്ടുവെച്ചിട്ട് തിരുവനന്തപുരത്ത് വാർ റൂമിലുണ്ട്. ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്? ഇതിനിടയ്ക്ക് ഒരു തരികിടയും നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരാണ് ചെയ്തത്. പക്ഷെ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ അത് കൂട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട്.
കമേഴ്ഷ്യൽ സെക്ടറിൽ 20% ഗ്യാസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതേ കളക്ടർമാർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ച കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന കാര്യം. എനിക്കറിയത്തില്ല, ഞാനത് കലാമണ്ഡലം ഹൈദരാലിയെ തൊഴുത് മാത്രമാണ്, ആ പേരിന് മുമ്പിൽ തൊഴുത് പിടിച്ചാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിലൊന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. ഇന്ന് പശ്ചിമേഷ്യയിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അലയടികൾ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിന് അതിന്റെ വേദനയുണ്ട്. അത് നിരന്തരം ഒരു പ്രധാനമന്ത്രിയെ 142 കോടി ജനത തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് കൃത്യമായി അദ്ദേഹം ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട്. ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇത് സാറിനും അറിയാം, രവീന്ദ്രൻ സാറിനും അറിയാം, മേരി മാഡത്തിനും അറിയാം. കൗൺസിലിലുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിവിടെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളുമില്ല. ഇന്ന് കാലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇറാൻ അയലിന് വേണ്ടുന്നതായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചത് അറിയിച്ചിരിക്കുന്നത് ട്രംപിനെയല്ല, നെതന്യാഹുവിനെയല്ല, ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരിയല്ല, ഭാരതത്തിന്റെ യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് വിളിച്ച് വ്യവസ്ഥകൾ അറിയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇവർക്കൊക്കെ കുറച്ച് അസുഖം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, 8 യൂണിയൻ ടെറിട്ടറികളിലെ ഭരണാധികാരികൾ അതിനുള്ള ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ മേരി മാഡം പറഞ്ഞത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വീടുകളിൽ, കുശിനികളിൽ അന്നം മുട്ടാതിരിക്കാനുള്ള സുരക്ഷിതമായ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഭരണത്തിലേ ഇല്ലാത്ത കാലത്തൊക്കെ ഇതുപോലെയുള്ള അനിശ്ചിതാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. കുവൈറ്റ് യുദ്ധം വന്നപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്തത്?